ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അപ്പൊ ഈ വേനൽക്കാലത്തെ നോമ്പിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്രാവശ്യത്തെ നോമ്പിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് വെള്ളത്തിനും ജലാംശം അടങ്ങിയ ഭക്ഷണത്തിനുമാണ്. നോമ്പ് തുറ മുതൽ അത്താഴം വരെ ഒരു 2 മുതൽ 3 ലിറ്റർ വരെയെങ്കിലും വെള്ളം നിർബന്ധമായി കുടിക്കേണ്ടതാണ്. അതുപോലെ ജലാംശം കൂടുതലുള്ള ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. തണ്ണിമത്തൻ, മുസമ്പി, ആപ്പിൾ, ഗ്രേപ്സ് ഇതെല്ലാം വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സുകളാണ്. അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഇനി അത് പറ്റാത്തവരെ അതിന് പകരമായിട്ട് ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ കഴിക്കാവുന്നതാണ്. ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക. പച്ചക്കറി, സാലഡ്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നോമ്പായി കഴിഞ്ഞാൽ വർക്കൗട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താറുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറിയ രീതിയിലുള്ള വർക്കൗട്ടൊക്കെ നല്ലത് തന്നെയാണ്. അത്താഴം നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ്. അതിൽ നമ്മൾ പ്രോട്ടീൻ ആൻഡ് ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓയിലി ഫുഡും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഒഴിവാക്കേണ്ടതാണ്. അത്താഴ സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഈ വെള്ളത്തിൽ ചിയാ സീഡ് മിക്സ് ചെയ്ത് കുടിക്കുന്നതും നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ട്രബിൾ ഈ അസുഖങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്.